ഒരു അടിപൊളി തലശ്ശേരി സ്റ്റൈൽ പ്രോൺസ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്ടി എടുക്കുക, അതിനകത്ത് കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക, എന്നിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് ഒണിയൻസ് ആഡ് ചെയ്യുക. ബിസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ വളരെ നൈസായിട്ട് കട്ട് ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാവും, അതുവരെ ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇതാണ് കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമുക്ക് വറുത്ത് കോരി വെക്കാം. ഇല്ലേ അത് പിന്നെയും ആ പ്ലേറ്റിൽ നമ്മൾ എടുത്തു വെച്ച ശേഷം അതിന് കുറച്ച് കളർ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കരിഞ്ഞു പോയാൽ ബിരിയാണിൻ്റെ ടേസ്റ്റേ കൊള്ളാവും. കാരണം തലശ്ശേരി ബിരിയാണി ഇമ്പോർട്ടൻറ്റ് ഒരു ഐറ്റമാണ് ഈ ബിസ്ത. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ പ്രോൺസ് ബിരിയാണിയല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നന്നായിട്ട് ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഓയിലിൽ തന്നെ ഇട്ടിട്ട്. എൻ്റെ കയ്യിൽ വലിയ പ്രോൺസ് ഉണ്ടായ, അതുകൊണ്ട് തന്നെ ഞാൻ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്ത്. അപ്പോൾ ഒരു 5-6 മിനിറ്റേ വേണ്ടൂ, പെട്ടെന്ന് തന്നെ ആവും അത്. അപ്പോൾ അത് ഫ്രൈ ചെയ്തതിന് ശേഷം മസാല ഉണ്ടാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിനകത്ത് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ക്രഷ് ചെയ്ത് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സോട്ട് ചെയ്യുക, നന്നായിട്ട് സോട്ട് ചെയ്യണം. ആ ഒരു ഇതിൻ്റെ ഒരു കുത്തുണ്ടാവില്ലേ, ആ ഒരു റോ സ്മെല്ല് അത് പോകുന്ന വരെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് പോയി ആ ഒരു സ്മെല്ലൊക്കെ പോയി നല്ലൊരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒണിയൻസ് ആഡ് ചെയ്യാം. ഞാനൊരു 6 or 7 ഒണിയൻസാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഒരു ലൈറ്റ് ഷെയ്ഡ്, ഈ ഷെയ്ഡാകുമ്പോൾ ചിക്കൻ മസാലയും ഗരം മസാലയും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിന് കൂടെ തന്നെ നമുക്ക് ഒരു കൈ ഫുള്ള് മല്ലിച്ചപ്പ് നന്നായിട്ട് ആഡ് ചെയ്തോ. മല്ലിച്ചപ്പ് അതിനൊരു പ്രത്യേക ബിരിയാണീൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ വരുന്ന മല്ലിച്ചപ്പ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു കൈ ഫുള്ള് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇനി നമുക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. അപ്പം ഞാനൊരു 6 ടൊമാറ്റോ, ഓരോരുത്തർ പുളി അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 6 ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സോട്ട് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസി വരണം. ആ ഒരു ടൊമാറ്റോ നന്നായിട്ട് ജ്യൂസിയായി മാറി. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ആ വറുത്ത് കോരി വെച്ച പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ച ബിസ്തയില്ലേ, അതൊരു കൈ ഫുള്ളെടുത്തിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ മസാല ഏകദേശം റെഡിയായി. ഇതാണ് പ്രോൺസ് മസാല. കാണാൻ തന്നെ എന്ത് രസമല്ലേ. എനിക്കെന്നെ കൊതിയാന്ന് ഇപ്പോൾ പിന്നെ ഇത് കാണുമ്പോൾ. അപ്പം അങ്ങനെ ഈ മസാല സെറ്റായി. എന്നിട്ട് നമുക്ക് ഇനി റൈസ് ഉണ്ടാക്കാൻ പോവാം. റൈസ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഞാൻ സിമ്പിൾ റെസിപ്പിയാണ്, എനിക്കറിയില്ല, ഇതെല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൽ നെയ്യ് ഒഴിക്കുക, ഏലക്കായ്, പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം എടുത്ത്, വെള്ളം തിളച്ച് വരും ഈ അരി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് വേണ്ട ഉപ്പും ചെറുനാരങ്ങ നീരും അതിനകത്ത് ആഡ് ചെയ്യുക. 7 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. എന്നിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്താൽ അരി സെറ്റായിട്ടുണ്ടാവും. നല്ല റൈസ് നല്ല ഒന്നൊന്നിനോട് തൊടാണ്ട് നമുക്ക് കിട്ടും. പിന്നെ ദമ്മിട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ പ്രോൺസ് ബിരിയാണി റെഡിയായി. അത്രയേ ഉള്ളൂ, കഴിഞ്ഞ്.